ഹലോ എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും റിന്യൂസ് നവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയ കാരണം എങ്ങോട്ടും പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 7:30-ക്കൊക്കെ എണീറ്റ് വന്നത്. അപ്പോൾ ഇന്നും ഇന്നലെ അതെ നല്ല വെയിലാണ് കേട്ടോ ഉണ്ടായത്, മഴയൊന്നുമില്ല. അപ്പോൾ വെയിൽ കണ്ടപ്പോൾ ഞങ്ങളൊരു സ്ഥലം വരെ പോകാനായിട്ട് വിചാരിച്ചു. അപ്പോൾ സ്വത്താണ് ടൊണ്ണിമോൾക്ക് മുടി കെട്ടി കൊടുക്കുന്നതും മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ. സ്വത്തിന് മേക്കപ്പ് ചെയ്യണതൊന്നും ഇഷ്ടമല്ല. ഉണ്ണിമോളിൽ മേക്കപ്പ് ചെയ്യാതെ പുറത്തിറങ്ങില്ല. അപ്പോൾ അവൾ മേക്കപ്പ് സെറ്റ് കിട്ടിയാൽ തന്നെ ഫുള്ള് മുഖത്തെടുത്ത് തേക്കണ കാരണം സ്വത്താണ് കേട്ടോ അവളെ ഒരുക്കി കൊടുക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ നടന്നിട്ടാണ് പോകുന്നത്. ബസ്സിന് പോവാന്നാണ് കേട്ടോ വിചാരിച്ചത്. ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് പാടത്തുനിന്ന് വെള്ളം റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. റോഡൊക്കെ ആകെ പൊട്ടി പൊളിഞ്ഞിരിക്കണു. ഈ ജലനിധിയുടെ വെള്ളത്തിന് വേണ്ടിയിട്ട് റോഡൊക്കെ പൊളിച്ചതാട്ടോ. നല്ല ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്ത റോഡായിരുന്നു അവിടെയൊക്കെ. അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ കുളപ്പുള്ളി വന്നിറങ്ങി. കൈലിയാടാണ് കേട്ടോ നാത്തൂൻ്റെ വീട്. നാത്തൂൻ്റെ വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ബസ് കിട്ടി. ഇപ്പം നാത്തൂൻ്റെ വീടെത്തി. നാത്തൂൻ്റെ മോളുടെ കുട്ടി പ്രസവിച്ചെടുക്കുകയായിരുന്നു. അപ്പോൾ 28-ന് കണ്ടതാണ്, പിന്നെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഉണ്ണിയെ ഒന്ന് കാണാനായിട്ട് വരികയാണ്. അപ്പോൾ ജാങ്കോ ഇവിടുത്തെ ഡോഗാണ്. അപ്പോൾ ആൾ ഞങ്ങളെ കണ്ടപ്പോൾ ഒന്ന് കുറച്ചു, വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പിന്നെ വാലാട്ടിയിട്ട് അവിടെ നിന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നാത്തൂൻ്റെ വീട്. ഇപ്പോൾ മോൻ്റെ 28ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുക കേട്ടോ. അപ്പം ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ നല്ല ഉറക്കമാണ് കേട്ടോ ആൾ. അപ്പോൾ പകൽ മുഴുവനും ഉറങ്ങുക, രാത്രി കളിക്കുക, ഇതാണ് മോൻ്റെ പരിപാടി. ചെറിയ കുട്ടികൾ അങ്ങനെയാണല്ലോ. ഇപ്പോൾ കയ്യിൽ സോക്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മഴ തന്നെ ആയ കാരണം തണുപ്പാണല്ലോ, അതുകൊണ്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കയ്യിലും കാലിലും ഒക്കെ സോക്സ്. ആൾ നല്ല ഉറക്കമാണ്. അപ്പം ഞങ്ങൾ ഒന്ന് വിളിച്ചുണർത്താനൊക്കെ നോക്കി, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞെരിഞ്ഞിട്ട് ആൾ വീണ്ടും ഉറങ്ങി ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി. അപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ നാത്തു ഇവിടെ ചിക്കനൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ അത് കഴിച്ചു. ഇതാണ് കേട്ടോ നാത്തുവിന്. ഇപ്പോൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല പറഞ്ഞിട്ട് ആൾ ചായ കുടിക്കുക. അപ്പോൾ ചിക്കൻ്റെ ഒക്കെ സ്മെല്ല് കിട്ടിയപ്പോൾ അതിഥികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കണത് കണ്ടപ്പോൾ ആൾ ഓടുകയാണ് കേട്ടോ. കണ്ടോ, ആൾ പോയി. അപ്പോൾക്ക് ഉറങ്ങി ഒന്ന് നീറ്റ് കേട്ടോ. ഒന്ന് കണ്ണ് തുറന്ന് കണ്ടു. 28-ന് ഗംഭീര കരച്ചിലായിരുന്നു. ചരട് കെട്ടാനും ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ 56ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഒന്ന് ഞങ്ങൾ കാണാൻ വന്നതാട്ടോ ഉണ്ണിനെ. അങ്ങനെ പപ്പടം കാച്ചൽ തുടങ്ങി. അടുക്കള പരിപാടിയൊന്നും അധികം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പപ്പടമൊക്കെ ഇങ്ങനെ കോർത്ത് പപ്പടക്കോലുമ അങ്ങനെ കുത്തി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ എണ്ണയിൽ തന്നെ മുളക് വറുത്തെടുത്തു. പിന്നെ ഇവിടെ ജാങ്കോ ഉണ്ട്. ജാങ്കോ കറി വെച്ചാലൊന്നും കഴിക്കില്ല ചിക്കൻ. അപ്പോൾ അവന് മഞ്ഞൾ മാത്രം പുരട്ടിയിട്ട് എണ്ണയിലിട്ടിട്ട് വറുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പൊന്നും ഇടില്ല എന്നാണ് പറഞ്ഞത്. രോമം കൊഴിയോ അത്രേ, പിന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും, അതുപോലെ തന്നെ പ്രതിരോധ ശേഷിയൊക്കെ കുറയുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ മഞ്ഞൾ മാത്രം ഇട്ടിട്ട് കൊടുക്കുന്നതെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഒന്ന് ചിക്കൻ്റെ സ്മെല്ലെല്ലാം കൂടി ആയപ്പോൾ ഒന്ന് അവന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ചോറ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്തോഷമാണ് കേട്ടോ കൂട്ടണതൊക്കെ. അപ്പോൾ അവൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ടൊന്ന് വിശ്രമിക്കുക കേട്ടോ.
അപ്പോൾ അവൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ചോറുണ്ണാനായിട്ട് വന്നു. ഞങ്ങളെല്ലാവരും കൂടി ചോറുണ്ണായിരുന്നു. അപ്പം അമ്മ കഴിക്കുന്നുണ്ടായിരുന്നില്ല. അമ്മയും നാത്തൂനും കൂടിയിട്ട് പിന്നെ കഴിക്കുക പറഞ്ഞിട്ട് അവർ ഉണ്ണിയെ കളിപ്പിച്ചിട്ട് അങ്ങനെ ഇരുന്നു. പകല് തീരെ കണ്ണ് തുറക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ചൂണ്ണലൊക്കെ കഴിഞ്ഞിട്ട് ആളൊന്ന് കൊണ്ടുവന്ന് കെടുത്തിയപ്പോൾ കണ്ണൊക്കെ തുറന്നിട്ടോ. അപ്പോൾ 28-ന് ഞാൻ മോൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. റിഗ്ഡൻ എന്നാണ് കേട്ടോ ഉണ്ണിയുടെ പേര്. അപ്പം ഇന്ന് ആളൊന്ന് നീറ്റ് കണ്ടു. ക്യൂട്ട് ബേബി. അപ്പം ഈ വീട്ടിലായിരുന്നു ഈ വീട് പണിയണതിൻ്റെ മുന്നേ നാത്തൂനൊക്കെ താമസിച്ചിരുന്നത്. ഇപ്പം ഈ വീട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ വീട് ഇപ്പോൾ ജാങ്കോരെ കൂടാക്കി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞപ്പോൾ ഇവിടെ കുളം വലുതാക്കുന്നുണ്ട് പഞ്ചായത്തിൽ നിന്ന് പൈസ പാസ്സായിട്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കുട്ടികളൊന്നും സമ്മതിക്കില്ല. അപ്പം ഞങ്ങൾ കുളം കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ വഴികളൊക്കെ കണ്ടപ്പോൾ ഇത് ഇങ്ങനെയുള്ള വഴികളൊക്കെ പണ്ട് കാലത്തായിരിക്കും ഒരുവിധ ആൾക്കാരും കണ്ടിട്ടുണ്ടാവുക. ഇപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇന്നിപ്പോൾ എല്ലാം നികത്തിയിട്ടും വെട്ടി മാറ്റിയിട്ട് അവിടെയൊക്കെ വീടുകളായി. അപ്പോൾ ഇത് പാടത്തുനിന്ന് പോണ വെള്ളമാണ് കേട്ടോ. എന്നാലും ഞാൻ കുട്ടികളെ വെള്ളത്തിലിറങ്ങാൻ സമ്മതിക്കുകയല്ല. എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെയുള്ള കുളം കാണാൻ പോകുന്നത് എല്ലാം. അപ്പം ഞാൻ അവരോട് ഇറങ്ങണ്ട പറഞ്ഞിട്ട് ഇരുത്തിക്കുകയാണ്. എന്നാലും അവർ പറയുന്നത് കേൾക്കാഞ്ഞിട്ട് പാടത്തെ വെള്ളമായതുകൊണ്ട് വലിയ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിൽക്കാം കേട്ടോ. നല്ലൊരു വൈബാട്ടോ ഇവിടെ. എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ കുളത്തിലിറങ്ങണം പറയുന്നുണ്ട്. ഞാൻ സമ്മതിക്കാതെ കുളത്തിലിറക്കിയില്ല. അപ്പോൾ നമ്മൾ ഒരുവിധ അപകടങ്ങൾ ഇപ്പോൾ പേപ്പർ എടുത്ത് നോക്കിയാലും TV ഓൺ ചെയ്താലും ഈ അപകടങ്ങളുടെ ലിസ്റ്റേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവരതിനൊന്നും സമ്മതിക്കാണ്ട് ദേഷ്യം പിടിച്ചിട്ടിരിക്കുക. അപ്പോൾ ഈ പാടത്തെ വെള്ളത്തിൽ നിർത്തിയിട്ട് അതിൽ കളിച്ചിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള കടയാണിത്. അപ്പോൾ കടകൾ കണ്ടാൽ പിന്നെ കുട്ടികൾ അവിടെ നിന്ന് വരില്ലല്ലോ. അപ്പം മിഠായിയൊക്കെ വാങ്ങാനായിട്ട് പോവുകയാണ്. അങ്ങനെ ചായയൊടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.